ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ മൂന്നാം ജയം. മുഹമ്മദ് എസ്സിയെ 1-നെതിരെ 3 ഗോളിന് വീഴ്ത്തിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. മലയാളി താരം ശ്രീകുട്ടൻ ഉൾപ്പെടെ ഫ്രാൻസിസ്കോ വിക്ടർ എന്നിവരാണ് വലകുലുക്കിയത്. മനീഷ് ഐഷ മാത്യു വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സുവർണകാലം തിരിച്ചെത്തി എന്ന് തോന്നുന്നു. തുടർച്ചയായ മൂന്നാം ജയം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം. എങ്ങനെയാണ് ഇന്നത്തെ മത്സരം നടന്നത്? സ്വാതി, അപ്രസക്തമായ ഒരു മത്സരമാണ് ഇന്ന് നടന്നത്. പ്രത്യേകിച്ച് ടേബിളിൽ ഏറ്റവും അവസാനക്കാരായ മുഹമ്മദ് എൻസിയാണ് ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട സാധ്യതകളൊക്കെ അവസാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തുടർച്ചയായ മൂന്നാം ജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നേടിയിരിക്കുന്നത്. മുഹമ്മദ് എൻസിനെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതിയിൽ 42-ാം മിനിറ്റിൽ മുഹമ്മദനാണ് ആദ്യമായി വല കുലുക്കിയത്. പിന്നീട് 44-ാം മിനിറ്റിൽ തന്നെ ഫ്രാൻസിസ്കോയിൽ കൂടെ ബ്ലാസ്റ്റേഴ്സ് മറുപടി ഗോൾ നൽകുകയും ചെയ്തു. പിന്നീട് രണ്ടാം പകുതിയിലാണ് 2 ഗോളുകൾ വീണത്. വിക്ടറും അതുപോലെ തന്നെ മലയാളി താരം ശ്രീകുട്ടനും ഓരോ വീതം ഗോളുകൾ നേടിയപ്പോൾ 3-1 സ്കോറിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവസാന 6 കളികളിൽ ഒരു കളി പോലും പരാജയപ്പെടാതെയാണ് ഇതുവരെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. സീസണിന്റെ ആദ്യ പകുതിയിൽ വളരെ മോശം ഫോമിലുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരിശീലകൻ മാറുകയും പിന്നീട് പുതിയ പരിശീലകൻ വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവസാന 6 മത്സരങ്ങളെ തോൽവി അറിയാതെ മുന്നേറുന്നത്. എന്തായാലും ഈ സീസണിൽ മറ്റൊന്നും ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഏറ്റവും മനോഹരമായി തന്നെ ഈ സീസൺ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. ഇനിയും അടുത്ത ദിവസം നടക്കുന്ന അവസാന മത്സരത്തിൽ ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. സ്വാതി. ശരി മനീഷ്.